ഗൈസ് വെൽക്കം ബാക്ക് ടു സജിൽസ് ടെക്സിൻ്റെ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് ബിസി ആയിരുന്നു. അത് മറ്റൊന്നുമല്ല, NFT ക്രിയേഷനും അത് ഓപ്പൺ സീലൊക്കെ എങ്ങനെ അപ്ലോഡ് ചെയ്യും എന്നുള്ളതിനൊക്കെ കുറിച്ചുള്ള ഒരു ചെറിയ റിസർച്ചിലായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസ് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്, NFT ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു വിഡ്രോവൽ അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് പ്രൂഫാണ് കാണിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എയർ ഡ്രോപ്പ് വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എയർ ഡ്രോപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൂടി തന്നെ നമുക്കത് ലോക്ക്ഡ് ആയിരിക്കും നമ്മളുടെ അക്കൗണ്ടിൽ. അപ്പോൾ അൺലോക്കിംഗ് പീരീഡ് ചില എയർ ഡ്രോപ്പിൻ്റെ എല്ലാം ആയിട്ടുണ്ട്. അതിലൊരു എയർ ഡ്രോപ്പിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ് അല്ലെങ്കിൽ വിഡ്രോവൽ പ്രോസസ്സാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, A4 എന്ന് പറയുന്ന ഒരു ടോക്കൺ ഞാൻ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടോക്കണിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ എയർ ഡ്രോപ്പിൻ്റെ ടൈം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളായി അതിൻ്റെ അൺലോക്ക് ആയിട്ടുണ്ട്. ഇത് ഡിസ്ട്രിബ്യൂഷൻ ടൈമിൽ തന്നെ അൺലോക്കിംഗ് പീരീഡും ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ സെല്ല് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റ് കുറേ എയർ ഡ്രോപ്സ് എല്ലാം നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാം അൺലോക്കിംഗ് പീരീഡ് മിക്കതും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. പിന്നെ ഉള്ളത് മെറ്റാമാസ്ക് അല്ല മെറ്റാക്കിങ് എന്ന് പറയുന്ന ഒരു എയർ ഡ്രോപ്പിൻ്റെ നമ്മൾ കുറേ നാൾ മുമ്പ് ചെയ്തിരുന്നു, മെറ്റാക്കിങ്സ്. ഇതിൻ്റെ വരുന്നത് ഈ മാസം 23-ന് അൺലോക്കിംഗ് ആകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏകദേശം 10% ടോക്കൺസ് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉള്ള ന്യൂസുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മിൻറ്റ് ക്ലബ്ബ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തതാണ്. ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെല്ല് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ടോക്കൺസ് ഒരുപാട് ടോക്കൺസ് ഉണ്ടായിരുന്നു. ഞാൻ വിൽപ്പന നടത്തി കളഞ്ഞു. പക്ഷേ അതിനുശേഷം ഇതിൻ്റെ റേറ്റ് എല്ലാം കൂടിയതാണ്. ഞാനിപ്പോൾ ഇത് സെല്ല് ചെയ്യുന്നില്ല, മറിച്ച് ഞാനിപ്പോൾ A4 എന്ന് പറഞ്ഞ ടോക്കൺ സെല്ലിങ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റുള്ള എക്സ്ചേഞ്ചിലൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഫ്രീ ആയിട്ട് കിട്ടുന്ന എയർ ഡ്രോപ്പെല്ലാം മാക്സിമം കളക്ട് ചെയ്ത് വെക്കുക. കാരണം ഫ്യൂച്ചറിൽ നല്ല വാല്യൂ കിട്ടാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അൺലോക്ക് ആകുമ്പോൾ നമുക്കത് മാറ്റി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ A4 എന്ന് പറഞ്ഞ ടോക്കൺ എടുത്ത് നോക്കാം. ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഇതിൻ്റെ ചാർട്ടും മറ്റു കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ കാണാം 2.92 വരെ പോയ ഒരു ടോക്കണാണ്. ഇപ്പോൾ 2.77 രൂപയാണ് ഈ ഒരു ടോക്കണിൻ്റെ വാല്യൂ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ചാർട്ടും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ അത്യാവശ്യം നല്ല കയറ്റം കയറിയിട്ടുണ്ട്. ഏകദേശം ലാസ്റ്റ് മന്തിനേക്കാൾ 47% കൂടിയിട്ടുണ്ട് ഈ ഒരു മാസം. അപ്പോൾ എന്തായാലും കുറച്ച് എമൗണ്ട് ഞാൻ എന്തായാലും സെല്ല് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഏറ്റവും താഴെ നിങ്ങൾക്ക് ഡാപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ പാൻകേക്സ്വാപ്പിലേക്കാണ് പോകാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് പാൻകേക്സ്വാപ്പ് കാണാം. അതുമല്ലെങ്കിൽ ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പാൻകേക്സ്വാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത് ചിലപ്പോൾ BNB ഒക്കെ ആയിരിക്കും. BNBക്ക് പകരം നിങ്ങൾ ഈ ഒരു ടോക്കൺ, ഇപ്പോൾ A4 ആണ് അല്ലെങ്കിൽ മറ്റേത് ടോക്കണാണ് ഇപ്പോൾ അൺലോക്ക് ആയി എന്നുണ്ടെങ്കിൽ ആ ഒരു ടോക്കൺ ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്കിവിടെ കാണാം ഓട്ടോമാറ്റിക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഇത് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് വന്നിട്ടുണ്ടാവില്ല ഈ ഒരു അക്കൗണ്ടിൽ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയിട്ട് A4 ടോക്കൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ A4ൻ്റെ ഒരു സാമ്പിൾ മാത്രമാണ് കാണിക്കുന്നത്. മറ്റുള്ള ടോക്കൺ ആണെങ്കിൽ അതിൻ്റെ പേര് ഇവിടെ അടിച്ചിട്ട് ടോക്കൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഒരു ലിങ്ക് കിട്ടും. അതിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കോൺട്രാക്ട് അഡ്രസ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇല്ലാത്ത ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിന്നിട്ട് നിങ്ങൾ ഈ കോൺട്രാക്ട് അഡ്രസ്സ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, വീണ്ടും പാൻകേക്സ്വാപ്പിലേക്ക് വരിക. ഇനി ഏറ്റവും മുകളിൽ ഈ സെലക്ട് ടോക്കൺ എന്ന് പറയുന്ന സെക്ഷനിൽ ഇതൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക. പേസ്റ്റ് ചെയ്യുമ്പോൾ താഴെ നിങ്ങൾക്ക് കാണാം, ഇതിൽ പ്രസ് ചെയ്തിട്ട് ഇമ്പോർട്ട് എന്നൊരു ബട്ടൺ, ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തതാണ്, എനിക്ക് ആ ഓപ്ഷൻ കാണാത്തതാണ്. ഇമ്പോർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ ഇവിടെ നിന്നിട്ട് സെലക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും, A4. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ബാലൻസ് ഇപ്പോൾ എനിക്ക് 3900 ടോക്കൺസ് ഉണ്ട് ഇവിടെ. ഞാനിപ്പോൾ മാക്സിമം ജസ്റ്റ് എടുക്കുകയാണ്. മാക്സിമം എടുക്കുമ്പോൾ താഴെ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഏതൊരു ടോക്കണിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള ഓപ്ഷനാണ് താഴെ നമ്മൾ കാണിക്കേണ്ടത്. കറൻറ്റ് പ്രൈസും മറ്റു കാര്യങ്ങളും ഇവിടെ മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് കേക്കാണ് കിടക്കുന്നത്. ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഒന്നില്ലെങ്കിൽ BNB അല്ലെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്നത് BUSD എന്ന് പറയുന്ന ടോക്കണാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഏകദേശം നമ്മളെ US ഡോളേഴ്സിൻ്റെ വാല്യൂ ഉള്ള ടോക്കണാണ് ഈ BUSD എന്ന് പറയുന്നത്. ഒരു സ്റ്റേബിൾ ടോക്കണാണിത്. ഒന്നില്ലെങ്കിൽ BUSD അല്ലെങ്കിൽ BNB ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം $142 വാല്യൂ ഉള്ള ടോക്കൺ എൻ്റെ ഒരു അക്കൗണ്ടിലുണ്ട്. അതായത് ഏകദേശം 10,000 മേലെയുള്ള ടോക്കൺ ഉണ്ട്. ഞാനിപ്പോൾ BNB ആയിട്ടാണ് ഇപ്പോൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. വീണ്ടും പാൻകേക്സ്വാപ്പിൽ പോവുക. ഇവിടെ നിന്നിട്ട് BUSDയുടെ സ്ഥാനത്ത് BNB ആക്കാം. സോറി, A4. ഓക്കെ, താഴെ BNB.
മാക്സിമം കൊടുത്തിട്ടുണ്ടെങ്കിൽ 0.33 BNB നമുക്ക് കിട്ടും. ഞാനിപ്പോൾ അത്രയും കൊടുക്കുന്നില്ല, കാരണം ഇതിൻ്റെ റേറ്റ് ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ആണ്, അത് കാരണം കുറച്ച് താഴ്ന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ എന്തായാലും ഒരു 500 ടോക്കൺസ് വിൽപ്പന നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും BNB ആയിരിക്കും എനിക്ക് കിട്ടുന്നത്, ഇത്രയും ടോക്കൺസ് നമ്മൾ വിൽപ്പന നടത്തുമ്പോൾ. ഇപ്പോൾ എന്തായാലും നിങ്ങൾ സ്വാപ്പ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു എമൗണ്ട് BNBയും അതുപോലെ തന്നെ സ്മാർട്ട് ചെയിനിൽ കുറച്ച് എമൗണ്ടും ഇതിൽ വേണം ട്രാൻസ്ഫർ ഫീ ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളാകെ ചെയ്യേണ്ടത് സ്വാപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം 500 ടോക്കൺ BNB ആയിട്ട് മാറ്റാൻ പോകുന്നത്. കൺഫേം സ്വാപ്പ്, കൺഫർമേഷൻ കൊടുക്കുക. ചെറിയൊരു എമൗണ്ട് എന്തായാലും വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നെറ്റ്വർക്ക് ഫീ 39 രൂപ വാല്യൂ ഉള്ള BNB ആണ് നെറ്റ്വർക്ക് ഫീ ആയിട്ട് വരുന്നത്. അപ്രൂവ് കൊടുക്കുക. ഓക്കെ, ഓക്കെ, ട്രാൻസാക്ഷൻ സബ്മിറ്റഡ്, ക്ലോസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ട്രാൻസാക്ഷൻ റെസിപ്റ്റ്. ഇതിൽ ജസ്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻഡെക്സ് ആയിട്ടുണ്ട്, സക്സസ് ആയിട്ടില്ല. കുറച്ച് ടൈം എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സക്സസ് ആയിട്ടുണ്ട്. നമുക്കിവിടെ കാണാം അതിൻ്റെ സ്റ്റാറ്റസ്. ഒരു 10 സെക്കൻഡിനുള്ളിൽ അത് സക്സസ് ആവുന്നതാണ്. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ പാൻകേക്സ്വാപ്പിലേക്കോ അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബാലൻസ് നമുക്ക് കാണാൻ ഒരു ഏകദേശം 2-3 മിനിറ്റ് എന്തായാലും എടുക്കും. അതിനുശേഷം മാത്രമേ ഇതിൽ അപ്പിയറായി കാണിക്കുള്ളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളുടെ സ്മാർട്ട് ചെയിൻ BNB എന്ന് പറയുന്ന സെക്ഷനിലേക്ക് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഡയറക്റ്റ് BNB ആയിട്ട് സെല്ല് ചെയ്യുമ്പോൾ BP20 അതായത് സ്മാർട്ട് ചെയിൻ BNB ആയിട്ടായിരിക്കും ഇതിൽ സെല്ലാകുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ BNB ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ BNB ആയിട്ട് മറ്റേതെങ്കിലും ഇപ്പോൾ ബൈനാൻസിലോ അല്ലെങ്കിൽ വാസറക്സിലൊക്കെ സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം BP20 ആണോ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ സെൻഡ് ചെയ്ത ആ ഒരു എമൗണ്ട് ഇപ്പോൾ 11/17 ഞാൻ സെൻഡ് ചെയ്ത് ആ ഒരു എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, നെറ്റ്വർക്ക് ഫീ മറ്റു കാര്യങ്ങളും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിപ്പോൾ ഈ ഒരു ട്രസ്റ്റ് വാലറ്റ് അല്ലെങ്കിൽ പാൻകേക്സ്വാപ്പിൽ എന്തെങ്കിലും BNB ആയിട്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് സ്മാർട്ട് ചെയിനിലേക്കായിരിക്കും നിങ്ങളുടെ ആ ഒരു ബാലൻസ് വരുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ ബൈനാൻസിലേക്കോ അല്ലെങ്കിൽ വാസറക്സിലേക്കോ സെൻഡ് ചെയ്യാം. ബൈനാൻസിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി സിമ്പിൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് BP20 ആയിട്ട് തന്നെ സെൻഡ് ചെയ്യാം. മറിച്ച് വാസറക്സിലേക്കാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം BNB ആണ്, പക്ഷേ നമുക്ക് ഇപ്പോൾ സെല്ല് ചെയ്തിട്ടിരിക്കുന്നത് സ്മാർട്ട് ചെയിൻ BNB ആണ്. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ബൈനാൻസിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയെന്ന് കാണിച്ചു തരാം. വാലറ്റ് എടുക്കുക, വാലറ്റ് എടുത്തിട്ട് ഡെപ്പോസിറ്റ് എടുക്കുക. ഡെപ്പോസിറ്റിൽ മുകളിൽ നിന്ന് BNB സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം BNBയുടെ ഓരോ നെറ്റ്വർക്കുകൾ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ബൈനാൻസ് സ്മാർട്ട് ചെയിനാണ്, അത് ഇതിലേക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബൈനാൻസ് സ്മാർട്ട് ചെയിൻ BP20. ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്യാം. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഞാനിപ്പോൾ സെൻഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുള്ളൂ നിങ്ങൾക്ക്. ട്രസ്റ്റ് വാലറ്റിലേക്ക് വീണ്ടും പോവുക. ഓക്കെ, ഇവിടെ നിന്നിട്ടിപ്പോൾ സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്തിട്ട് നമ്മൾ ആ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എമൗണ്ട് എത്രയെന്ന് വെച്ചാൽ എമൗണ്ട് എടുക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാം 2128 എമൗണ്ട്. ഇതിന് കണ്ടിന്യൂ എടുക്കുക. ഞാനിപ്പോൾ സെൻഡ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് സ്മാർട്ട് ചെയിൻ ഇതിൽ ആവശ്യമുണ്ട് ഇതുപോലെ ട്രേഡിംഗ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ബൈനാൻസിലേക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അവിടെ നിന്നിട്ട് വേറെ ഏതെങ്കിലും കോയിനായിട്ട് കൺവേർട്ട് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ട് വേണമെങ്കിൽ വാസറക്സ് ആയിക്കോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്തിട്ട് ബാങ്കിലേക്ക് മാറ്റാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈ സ്മാർട്ട് ചെയിനിൽ നിന്ന് ഡയറക്റ്റ് ഈ ഒരു BNB ആക്കണം. ഇത് BP2 അഡ്രസ്സാണ്. ഈ ഒരു നെറ്റ്വർക്കിലേക്ക് ആക്കണം. എന്നാൽ നമുക്ക് ഡയറക്റ്റ് ഇത് വാസറക്സിലേക്ക് മാറ്റാൻ സാധിക്കും ഈ ഒരു BNB സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ. ഇത് എങ്ങനെയെന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ സ്മാർട്ട് ചെയിനിലാണ് നിങ്ങൾക്ക് ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളാകെ ചെയ്യേണ്ടത് ഈ സ്വാപ്പ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ദെൻ സ്വാപ്പ് ടു BNB കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു എമൗണ്ട്. ഇപ്പോൾ എത്ര എമൗണ്ട് ഉണ്ട് എന്നുണ്ട് ആ ഒരു എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 100% വേണമെങ്കിൽ 100% കൊടുക്കുക. ഇപ്പോൾ
ഇപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാം BNB ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ നിന്നിട്ട് നമുക്ക് അത് സ്വാപ്പ് ചെയ്യാം. സ്വാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ BNB എന്ന് പറയുന്ന സെക്ഷനിലേക്ക് ഇത് വരുന്നതാണ്. ഈ ഒരു സെക്ഷനിലേക്ക് അത് വരും. ഇപ്പോൾ 520 എന്നുള്ളത് കൂടിയിട്ട് ഏകദേശം 2500 ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ BNB ആയിട്ട് നമുക്ക് സ്വാപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ വാസറക്സിലേക്ക് ഡയറക്റ്റ് സെൻഡ് ചെയ്യാം. ഇത് ഈ ഒരു ട്രസ്റ്റ് വാലറ്റ് യൂസ് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഓപ്ഷൻ ഒന്ന് സെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിസീവ് ചെയ്യുമ്പോൾ അഡ്രസ്സ് എടുക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ മനസ്സിലാക്കണം. BP2ഉം BP20 അഡ്രസ്സും വ്യത്യസ്തമാണ്. അഡ്രസ്സ് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെൻഡ് ചെയ്യുന്ന ആ ടോക്കൺ നിങ്ങൾക്ക് നഷ്ടമാകും. ഇത് തീർച്ചയായിട്ടും കണ്ടറിഞ്ഞ് തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ സെൻഡ് ചെയ്ത ആ ഒരു എമൗണ്ട് ഇപ്പോൾ ഇവിടെ കുറഞ്ഞിട്ടുണ്ട്, 9400 ആയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ സ്മാർട്ട് ചെയിനിലേക്ക് വന്നിട്ടുണ്ട്, ഈ ഒരു സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ടോക്കൺസ് അൺലോക്കിംഗ് പീരീഡിൽ നമുക്ക് ഇതുപോലെ ട്രേഡ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ടേക്ക് എന്ന് പറഞ്ഞ ടോക്കൺ നമ്മൾ ഇതുപോലെ ഏൺ ചെയ്തിട്ടുണ്ട്. നല്ലൊരു എമൗണ്ട് എനിക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അൺലോക്കിംഗ് പീരീഡ് പറഞ്ഞിരിക്കുന്നത് ഏപ്രിലാണ്. ഏപ്രിൽ മാസമേ ഇത് അൺലോക്കിംഗ് ആവുള്ളൂ. അതും 10% വെച്ചിട്ട് നമുക്ക് ഓരോ മാസം അൺലോക്ക് ചെയ്യാൻ സാധ്യമാകുന്നതാണ്. അപ്പോൾ മെറ്റാക്കിങ്സ് എന്ന് പറയുന്ന ടോക്കണിൻ്റെ അൺലോക്കിംഗ് ടൈം ആകുമ്പോൾ അതിൻ്റെ ഒരു വിഡ്രോവൽ വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ടോക്കൺസ് ഡയറക്റ്റ് ഞാൻ ഇപ്പോൾ BNB ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് BUSD ആയിട്ട് ഇതുപോലെ തന്നെ കൺവേർട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ മറ്റൊരു ടോക്കൺ BUSD ആക്കിയതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബൈനാൻസിലോ അല്ലെങ്കിൽ വാസറക്സിലൊക്കെ മാറ്റാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ വാസറക്സ് യൂസ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ ചില ടോക്കൺസ് അതിൽ സെൻഡിങ്ങും അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ടോക്കൺസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ബൈനാൻസ് യൂസ് ചെയ്യാം. ബൈനാൻസ് ഓൾമോസ്റ്റ് എല്ലാ ടോക്കണും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബൈനാൻസ് യൂസ് ചെയ്തിട്ട് ബൈനാൻസിൽ നിന്ന് ട്രേഡ് ചെയ്ത് TRX ആയിട്ട് മാറ്റുകയോ അല്ലെങ്കിൽ മറ്റേതൊരു ചെറിയ ടോക്കണായിട്ട് മാറ്റിയിട്ട് വാസറക്സിലേക്ക് മാറ്റാം. ദെൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായിരുന്നു ഏറ്റവും സിമ്പിളായിട്ടുള്ള വേ. അപ്പോൾ ഇത് A4 ടോക്കൺ കിട്ടിയ ആളുകൾ മാക്സിമം ഇത് സെല്ല് ചെയ്യാൻ നോക്കുക. ഇനി ഇത് റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു 2-3 ദിവസം കൂടി എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് ഞാൻ വിഡ്രോ ചെയ്യുന്നതാണ്. ഒന്നില്ലെങ്കിൽ BUSD ആയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ സ്മാർട്ട് ചെയിൻ ആയിട്ടോ BNB ആയിട്ടോ ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ടോക്കൺസ് നമുക്ക് സെല്ല് ചെയ്ത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്ത് മാറ്റി അക്കൗണ്ടിലേക്ക് മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ മറ്റുള്ള അൺലോക്കിംഗ് ടൈമിൽ മറ്റുള്ള ടോക്കൺസ് കിട്ടുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫോളോ ചെയ്തിട്ട് ബൈനാൻസിലേക്ക് മാറ്റുക. കുറച്ചുകൂടി സേഫ് ബൈനാൻസാണ്. അതിൽ നിന്ന് വാസറക്സിലേക്ക് മറ്റേതെങ്കിലും ടോക്കണായിട്ട് ചേഞ്ച് ചെയ്തിട്ട് സെല്ല് ചെയ്ത് അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് ഇപ്പോൾ ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല. കാരണം ഒരുപാട് പേർക്ക് അറിയാം എങ്ങനെ വാസറക്സിൽ ട്രേഡ് ചെയ്ത് മാറ്റാം, എങ്ങനെ സെല്ല് ചെയ്യാം, ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് മിക്ക ആളുകൾക്കും അറിയാം. ഇപ്പോൾ ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് പ്രോസസ്സ് ഞാൻ കാണിക്കുന്നതാണ്. എന്തായാലും ഈ ഒരു പ്രോസസ്സാണ് മറ്റുള്ള അൺലോക്കിംഗ് എയർ ഡ്രോപ്പ് ടോക്കൺസ് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും എന്നെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.